ഹലോ നമസ്കാരം, ഞാൻ മെറിൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് വർക്കാണ്. അതായത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന വറ്റൽമുളകില്ലേ, അതിൻ്റെ തണ്ട് വെച്ചിട്ടാണ് നമ്മളിന്നൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കനോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ വരും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കുറച്ച് വറ്റൽമുളകാണ് വേണ്ടുന്നത്. ഒരു 2 ദിവസം നല്ലതുപോലെ വെയിലത്ത് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്രയും കട്ടിയുള്ള തണ്ട് യൂസ് ചെയ്യരുത്. ചെറുതായിട്ടുള്ളത്, ഇത്രയും തിന്നായിട്ടുള്ളത് വേണം യൂസ് ചെയ്യാൻ. ഇതുപോലെ എല്ലാ മുളകിൻ്റെയും തണ്ട് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ കുറേ തണ്ടങ്ങനെ റിമൂവ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഈർക്കലാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്താണ് ഫ്ലവർ ഇട്ട് വെക്കാൻ പോകുന്നത്. അപ്പം ഈർക്കൽ ആദ്യം ഒന്ന് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുക, എത്ര ഹൈറ്റാണ് വേണ്ടതെന്ന് ഇട്ട് മാർക്ക് ചെയ്യുക. അപ്പം ഇതിനെക്കാട്ടിൽ കുറച്ച് മേളിൽ വെച്ചിട്ട് വേണം, മേളിൽ വരെ നമുക്ക് പേപ്പർ ടേപ്പ് ഒട്ടിക്കണം. ഇത് കുറച്ച് പേപ്പർ ടേപ്പാണ്. പേപ്പർ ടേപ്പിന് പകരം നിങ്ങളുടെ കയ്യിൽ അഥവാ ഫ്ലോറൽ ടേപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. ഇനി ഓരോ മുളക് തണ്ട് എടുത്തിട്ട് അതിൻ്റെ കർവായിട്ടുള്ളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 3-4 എണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കാം. സ്റ്റിക്കെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ഫാബ്രിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കളർ അടിക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് ജസ്റ്റ് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കളർ അടിക്കാൻ പറ്റും. ഇനി നമുക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫ്ലോറൽ ടേപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അതാകുമ്പോൾ കളറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പച്ച കളറുള്ള ടേപ്പാണ്. അപ്പോൾ അങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ചെയ്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ നല്ലതുപോലെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ സ്റ്റിക്കും നമുക്ക് കളർ ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റിക്കും നല്ലതായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറേ ക്യാൻഡിൽസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 ക്യാൻഡിൽസ് എടുത്തിട്ടുണ്ട് ഞാൻ. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പം പെട്ടെന്ന് അത് മെൽറ്റായിട്ട് കിട്ടും. ഇനി ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചരുവം എടുക്കണം. ഇതിൻ്റെ മേളിലിരിക്കത്തക്ക രീതിയിലായിട്ടുള്ളതായിരിക്കണം എടുക്കേണ്ടത്. നമ്മൾ ഡബിൾ ബോയിലാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ട് കിട്ടും.
അപ്പോൾ ആ ചരുവത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. നല്ലതുപോലെ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ആ ക്യാൻഡിൽസ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ മേളിലൊന്ന് വെച്ച് കൊടുക്കാം. ക്യാൻഡിൽ നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. അപ്പം ക്യാൻഡിൽ നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നോർമൽ വാട്ടറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. മെഴുകായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കട്ടിയാവും. അപ്പോൾ നമ്മൾ ഫാനിൻ്റെ കീഴിലൊന്നും ഇരുന്ന് ചെയ്യാതിരിക്കുക. ഇത് പെട്ടെന്ന് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോയിൽ ചെയ്ത വെള്ളവും പാത്രവും അതിൻ്റെ താഴെ തന്നെ വെച്ചേക്കുകയാണ്. ഈ ഫ്ലവേഴ്സ് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. അതിന് 2 ഫിംഗേഴ്സ് ആദ്യം ഐസ് വാട്ടറിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് വാക്സിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇതൊന്ന് വാക്സിൻ്റെ അത് പിന്നെയും ഡിപ്പ് ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു മെത്തേഡിലും ചെയ്യാം. അതോടെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം കൈ നമ്മൾ തണുത്ത വെള്ളത്തിൽ നിന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫിംഗർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് ഈ വാക്സിൻ്റെ അകത്തോട്ട് നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. റിമൂവ് ചെയ്തെടുക്കുക. ഇതിനെ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്തിട്ട് എവിടെയാണോ വയ്ക്കേണ്ടത് അവിടെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കെങ്ങനെ മഞ്ഞ ഫ്ലവേഴ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കണം. നല്ലതുപോലെ മഞ്ഞ ആവുന്നത് വരെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇപ്പം വെള്ളയായിട്ട് തന്നെ ഇരിക്കുകയാണ്. നല്ലതുപോലെ മഞ്ഞ കളർ ആയിട്ടുണ്ട്. നമുക്കിനി മഞ്ഞ ഫ്ലവേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ മഞ്ഞൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നടുക്ക് കണ്ടില്ലേ ഒരു ഓറഞ്ച് ഷെയ്ഡൂടെ വരുന്നുണ്ട്. അത് നല്ല രസമായിരിക്കും കാണുമ്പോൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രയോൺസും യൂസ് ചെയ്തിട്ട് ചെയ്യാം. മഞ്ഞളാവുമ്പം എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. മുളകിൻ്റെ തണ്ടാണെന്ന് പറയേയില്ല. ഞാൻ ഈ കളർ ചെയ്തത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടാണ്. സ്വല്പം ഇട്ടാൽ മതി. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു ലൈറ്റ് ഓറഞ്ചായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.